ഇല്ല പറഞ്ഞിട്ടോ ഒന്നും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചാടല്ലേ അത്രയും പൊക്കം കിട്ടിയാൽ മതിയാണ്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മീനിടം പുത്തമ്പരപ്പടിയിലാണ്. ഇവിടെ ഒരു സാധനത്തിനെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് കാണിക്കാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. മീനിടം പുത്തമ്പരപ്പടിക്ക് സമീപം വേലിക്കകത്ത് ജോയിച്ചേട്ടൻ്റെ പുരയിടത്തിലെ മഴവെള്ള സംഭരണിക്കുള്ളിലാണ് 4 മരപ്പെട്ടികൾ അകപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കരച്ചിൽ കേട്ടത്. ജോയിച്ചാൻ ആദ്യം ഓർത്ത് പൂച്ചകൾ തമ്മിൽ കടിപിടി കൂടുകയെന്ന് ഓർത്തത്. പുലർച്ചെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേനാണ് ടാങ്കിനുള്ളിൽ 4 എണ്ണം കിടക്കുന്നത്. ഉടൻ തന്നെ ആ വാർഡിലെ മെമ്പർ, മീനിടം ഗ്രാമപഞ്ചായത്തിന്റെ 13-ാം വാർഡാണ്, മെമ്പർ കറിയാച്ചനോട് ഈ വിവരങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഫോറസ്റ്റിലും വനം വകുപ്പിലും അറിയിച്ചു. അപ്പം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടെ വരും, അവർ വന്ന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനുള്ളിൽ നിന്ന് ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ആകുന്ന നോക്കിയിട്ടുണ്ട്. കാരണം മിനുസമുള്ളത് കൊണ്ട് ഇവർക്ക് കയറിപ്പോരാൻ പാടായിരുന്നു. ചാടി മുഖമൊക്കെ ഇടിച്ച് ബ്ലഡെല്ലാം അവിടെയെല്ലാം കിടക്കുന്നുണ്ട്. ഇതിന് പകല് കണ്ണ് കാണാൻ പറ്റത്തില്ലെന്നാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതുകൊണ്ടാണ് മിക്ക സ്ഥലങ്ങളിലും ഇവൻ്റെ രാത്രി സഞ്ചാരങ്ങളാണ് കൂടുതൽ. അതിൻ്റെ അത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. താഴെ ഇറങ്ങി തോണ്ടി കയറ്റാനാ അല്ലേ? ഇല്ല പറഞ്ഞിട്ടോ ഒന്നും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചാടല്ലേ അത്രയും പൊക്കം കിട്ടിയാൽ മതിയാണ്. വിത്തേലുണ്ട് അടിക്ക് പോയി ചാടും. ഇല്ല ഇനി അറിയാറില്ല. ഇതിന്റെ മുകളിൽ കയറി പോയാൽ ഒറ്റ ചാടും ഞാൻ. വലയെടുത്തു ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്യാം. ചാടാൻ നിൽക്കുക. അത്ര പൊക്കം കിട്ടിയില്ല. അതെന്തായാലും കൈ ഇതിന്റെ ഉള്ളിൽ കൊടുക്കില്ലേ? ഇതിനെ എന്നാ നമ്മളിനിയും നിങ്ങളിത് എന്താ ചെയ്യുന്നത്? എല്ലാവരും ചോദിച്ചോണ്ടിരിക്കും.